മൊബൈൽ ഫോൺ ഡിസ്പ്ലേയിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷം ഡിസ്പ്ലേ അവ്യക്തമാകുന്ന രീതിയിൽ ലൈനുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? എന്താണ് ഇതിന് കാരണം? ഇതെങ്ങനെ പരിഹരിക്കാം? പ്ലാൻഡ് ഒബ്സലൻസ് അഥവാ ആസൂത്രിതമായ നശീകരണം എന്ന കോർപ്പറേറ്റ് കമ്പനികളുടെ ഒരു അധാർമിക വ്യാപാര രീതിയാണിത്. അതായത് ഒരു മൊബൈൽ ഫോൺ അതിന്റെ ഉൽപാദന വേളയിൽ തന്നെ മനഃപൂർവ്വം ഒരു നിശ്ചിത കാലയളവിന് ശേഷം നശിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമാവുന്ന തരത്തിലോ മുൻകൂട്ടി നിശ്ചയിച്ച് ആ ഉൽപ്പന്നത്തെ നിർമ്മിക്കുന്ന രീതിയാണ് പ്ലാൻഡ് ഒബ്സലൻസ് എന്ന് വിശദീകരിക്കുന്നത്. വിപണിയിൽ ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് സ്ഥിരതയാർന്ന വിൽപ്പന ഉറപ്പുവരുത്തുന്നതിനും അതുപോലെ തന്നെ കമ്പനിയുടെ പുതിയ ബ്രാൻഡുകൾ അല്ലെങ്കിൽ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണി കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് പൊതുവെ കമ്പനികൾ ഇതുപോലുള്ള വ്യാപാര രീതി അവലംബിക്കുന്നത്. വാറണ്ടി കാലയളവിലാണ് ഇത്തരം തകരാറുകൾ സംഭവിക്കുന്നതെങ്കിൽ കമ്പനികൾ സാധാരണയായി ഫോണുകളുടെ ഡിസ്പ്ലേ മാറി നൽകാറുണ്ട്. എന്നാൽ വാറണ്ടി കാലയളവ് കഴിഞ്ഞതിന് ശേഷമാണ് സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷം ഡിസ്പ്ലേയിൽ തകരാറുകൾ സംഭവിക്കുന്നതെങ്കിൽ പലപ്പോഴും കമ്പനികൾ ഡിസ്പ്ലേ മാറി നൽകുന്നതിന് വിമുഖത കാണിക്കുകയാണ്. നമ്മൾ 1 ലക്ഷം രൂപയോ 50,000 രൂപയോ നൽകി മൊബൈൽ ഫോൺ വാങ്ങുന്നത് വാറണ്ടി ടൈമിൽ മാത്രം ഉപയോഗിക്കാനല്ല. പലരും 3, 4, 5 വർഷങ്ങൾ ഉപയോഗം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഫോണുകൾ വാങ്ങുന്നത്. കമ്പനി നമ്മൾക്ക് ഫോൺ വിൽക്കുന്നതും വാറണ്ടി പീരീഡിൽ മാത്രം ഉപയോഗിക്കാനാകൂ എന്ന് പറഞ്ഞുകൊണ്ടല്ല. അതുകൊണ്ട് വാറണ്ടി ടൈമിന് ശേഷവും മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടത് ഉപഭോക്താക്കളുടെ പ്രധാനമായ ഒരു അവകാശമാണ്. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്ന് പറയുന്നത് കമ്പനിയുടെ തന്നെ സോഫ്റ്റ്വെയർ ആണ്, കമ്പനിയുടെ തന്നെ മൊബൈൽ ഫോണിലാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭാവിയിലുള്ള സോഫ്റ്റ്വെയർ അപ്ഡേഷനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ ഹാർഡ്വെയർ നിർമ്മിച്ചതാണ് ഇത്തരത്തിലുള്ള തകരാറ് സംഭവിക്കാൻ കാരണമായിട്ടുള്ളത്. ഇത് കമ്പനിയുടെ നിർമ്മാണ അപാകതയാണ്. അതല്ലെങ്കിൽ കമ്പനി തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഫോൺ ഉൾക്കൊള്ളാൻ കഴിയാത്ത പുതിയ സോഫ്റ്റ്വെയർ കമ്പനി അപ്ഡേറ്റ് ചെയ്തത് മൂലവുമാണ് ഇത്തരം തകരാറുകൾ ഉണ്ടാകുന്നത്. ഇതൊരിക്കലും ഉപഭോക്താവിന്റെ ഉപയോഗം മൂലമുള്ള തകരാറ് കൊണ്ട് സംഭവിക്കുന്നതല്ല. പല വിദേശ രാജ്യങ്ങളിലും പ്ലാൻഡ് ഒബ്സലൻസ് എന്ന ആധുനിക തട്ടിപ്പ് രീതി നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം എന്തെന്നാൽ പൗരന്മാരെ ഇത്തരം ചൂഷണങ്ങളിൽ നിന്ന് തടയുന്നതിനും ഈ വേസ്റ്റുകളുടെ ആധിക്യം ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ്. വാറണ്ടി കാലയളവ് കഴിഞ്ഞിട്ടും നമ്മളുടെ മൊബൈൽ ഫോൺ ഡിസ്പ്ലേയിൽ വന്ന തകരാറ് കമ്പനി പരിഹരിക്കാൻ തയ്യാറായില്ലെങ്കിൽ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം അധാർമിക വ്യാപാര രീതിക്കും ചൂഷണത്തിനുമെതിരെ ഉപഭോക്തൃ കോടതികളെ നമുക്ക് സമീപിക്കാവുന്നതാണ്. കമ്പനിയെ എതിർകക്ഷിയായി സ്വീകരിച്ചുകൊണ്ട് ഉപഭോക്തൃ കോടതികളിൽ കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടാൽ തീർച്ചയായും നമ്മൾക്ക് ഡിസ്പ്ലേ പൂർണ്ണമായും സൗജന്യമായി മാറി നൽകുകയും അതേപോലെ തന്നെ നല്ലൊരു തുക നഷ്ടപരിഹാരമായും ലഭിക്കുകയും ചെയ്യും. കോർപ്പറേറ്റ് കമ്പനികളുടെ ഇത്തരം ചൂഷണങ്ങൾക്കെതിരെ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ കോടതികളെ എങ്ങനെ സമീപിക്കണം എന്നുള്ള വിശദാംശങ്ങളും മാതൃകയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ്.